കോഴിക്കോട് കൈവേലി നെടുമന്നൂർ LP സ്കൂളിൽ നടത്തിയ ഗണപതി ഹോമവും ദേവീപൂജയും അലങ്കോലമാക്കിയ സംഭവത്തിൽ പരാതി നൽകാനൊരുങ്ങിയ സ്കൂൾ മാനേജ്മെന്റ്. കഴിഞ്ഞ ദിവസമാണ് CPM പ്രവർത്തകർ എത്തി ചടങ്ങ് അലങ്കോലപ്പെടുത്തിയത്. അതേസമയം പൂജ നടത്തിയത് മാനേജ്മെന്റ് കുടുംബാംഗങ്ങളാണെന്നും ഇടതു പ്രസ്ഥാനങ്ങൾ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നും BJP ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് നെടുമണ്ണൂർ സ്കൂളിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഗണപതി ഹോമം നടത്തിയത്. പൂജ നടന്ന സ്കൂൾ ഹാളിലേക്ക് 50ഓളം വരുന്ന DYFI CPM പ്രവർത്തകർ ഇരച്ചുകയറി വിളക്കുകൾ ചവിട്ടിത്തെറിപ്പിക്കുകയും പൂജ നടത്തിയ പൂജാരിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. DYFIയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രദേശത്തേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. വൈകുന്നേരം 6 മണിക്ക് ശേഷം എൻ്റെ ഉടമസ്ഥതയിലുള്ള നെടുമണ്ണൂർ LP സ്കൂളിൽ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും വന്ന് ഗണപതി ഹോമത്തിൻ്റെ നിലവിളക്കും മറ്റ് പൂജാദ്രവ്യങ്ങളൊക്കെ ചവിട്ടി തെറിപ്പിക്കുകയും പുലഭ്യം പറയുകയും പല ഇതും പറഞ്ഞ് ഭീഷണിയാക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ BJPയുടെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയതെന്ന ആരോപണവുമായി ഇടതു സംഘടനകൾ രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ BJP ആരോപണം നിഷേധിച്ചു. എനിക്ക് തോന്നുന്നു ആ മാനേജ്മെന്റിനോട് എന്തോ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ നടത്തിയിട്ടുണ്ടാകുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് BJP ഇതിലൊക്കെ വലിച്ചെടുക്കുന്നത്? ഏതെങ്കിലും ഒരു സ്കൂൾ മാനേജ്മെന്റുകാർ അവരുടെ കുടുംബത്തിൽ ഒരു ഗണപതി ഹോമം നടത്തിയാൽ BJP എന്ത് പഴച്ചു? അതുകൊണ്ട് ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാണ്. അതിൽ BJPയെ വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. സ്കൂൾ മാനേജ്മെന്റുമായി പ്രദേശത്തെ CPM പ്രവർത്തകർ തമ്മിൽ കാലങ്ങളായി അസ്വാരസ്യങ്ങൾ ഉള്ളതായും ആക്ഷേപമുണ്ട്. എന്തായാലും കയ്യേറ്റം ചെയ്ത ആളുകൾക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.